കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ 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 കഴലീണ കൈ തൊഴുന്നേ ശരണഗതന്മാർക്കിഷ്ട വരദാനം ചെയ്തു ചെമ്മേ ശരണഗതന്മാർക്കിഷ്ട വരദാനം ചെയ്തു ചെമ്മേ ശരണഗതന്മാർക്കിഷ്ട വരദാനം ചെയ്തു ചെമ്മേ ശരണഗതന്മാർക്കിഷ്ട വരദാനം ചെയ്തു ചെമ്മേ ഗുരുവായൂപുരം തന്നിൽ ഗുരുവായൂപുരം തന്നിൽ ഗുരുവായൂപുരം തന്നിൽ ഗുരുവായൂപുരം തന്നിൽ മരുവുമഖില ദുരിതഹരണ ഭഗവൻ കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ കഴലീണ കൈ തൊഴുന്നേ ഉരുത്തര ഭവസിന്ധോ ദുരിത സഞ്ജയമാകും ഉരുത്തര ഭവസിന്ധോ ദുരിത സഞ്ജയമാകും തിരതന്നിൽ മൂഴുകുന്ന നരക
ഭാരതീക്കവലംബം മരതകമണിവർണ്ണൻ ഹരി തന്നെ എന്നു മരതകമണിവർണ്ണൻ ഹരി തന്നെ എന്നു തവ ചരിത വർണ്ണനങ്ങളിൽ തവ ചരിത വർണ്ണനങ്ങളിൽ തവ ചരിത വർണ്ണനങ്ങളിൽ തവ ചരിത വർണ്ണനങ്ങളിൽ സകല മുനികൾ പർവതറിവനധുന കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ കഴലീണ കൈ തൊഴുന്നേ ആഹാ മനോഹരം മോളെ. അമ്മയാ എന്താ ലാസ്റ്റ് പെർഫോമൻസ് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടാ? കുഴപ്പമില്ല, നന്നായിട്ട് പാടിയോ? പാടി. ശരത് സാർ മോളെ എന്താ സാർ? സുഖാണോ മക്കൾക്ക്? സുഖ ആ സുഖം തിരിച്ചു ചോദിക്കണ്ടേ ഒരു മര്യാദക്കെങ്കിലും? സുഖാണ് ആ എനിക്ക് സുഖമാണ് മക്കളെ. അപ്പം ഇതിന്റെ എന്താണെന്ന് ഇത് എന്തായിരുന്നു എന്ന് പറയും. സിനിമ ആനന്ദ ഭൈരവി, പിന്നെ കൃതികർത്താവ് ഇരയിമൻ തമ്പി സാറ്. അത് ആ സിനിമയിലേക്ക് എടുത്തതാ മക്കളെ കേട്ടോ, അല്ലാതെ ആ സിനിമയ്ക്ക് വേണ്ടി അതേ എഴുതി കൊടുത്തതല്ല. സാറല്ല മോളെ, ഇരമൻ തമ്പി എന്ന് പറഞ്ഞു. ആ ഇരയിമൻ തമ്പി എന്ന് പറഞ്ഞാൽ മതി. സാറതൊക്കെ പറയും എന്തോ പറഞ്ഞിരിക്കുന്നു. ആ മക്കൾ പറഞ്ഞോ. പാടിയത് അർജുൻ ബി കൃഷ്ണ. ആ ഓക്കെ, കൊള്ളാം. മക്കൾക്ക് ഇത് ഏത് രാഗമാണെന്നറിയാവോ? ശ്രീ. ആ ശ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രീയുടെ അർത്ഥം എന്താ? അർത്ഥം എന്താണ്? ശ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയത്തില്ല. ഐശ്വര്യം. ഐശ്വര്യം. അറിഞ്ഞൂടെ മക്കൾക്ക്? ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ് കേട്ടോ നമ്മള്. അപ്പം മക്കളെ ചുരുക്കത്തിൽ പറഞ്ഞാൽ, അപ്പൊ ഈ രാഗത്തിന് മോളിപ്പോ കർണാട്ടിക് കച്ചേരി നടത്തുന്ന കുഞ്ഞാണോ? അല്ല, മക്കൾ ഇതിനു വേണ്ടി കുത്തിയിരുന്ന് പഠിച്ചതല്ലേ. അപ്പൊ മോളെ ഈ രാഗത്തിനൊരു അത് എങ്ങനെയാണ് അത് പാടിയാൽ എത്രത്തോളം നമ്മുടെ ഇങ്ങോട്ട് നെഞ്ചത്തിടാൻ വേണ്ടി എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അത് പഠിച്ചാലല്ലേ പറ്റത്തുള്ളൂ. കുഞ്ഞല്ലേ നീ, മോള് അറിഞ്ഞൂടല്ലോ. ഇപ്പൊ ഇത് കേട്ട് പഠിച്ചല്ലേ മോൾ ഇവിടെ വന്ന് പാടുന്നത്. അത് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ടാ, നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഇപ്പോൾ ഈ പഠിക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം? അതിൻ്റെ ഡൂസും ഡോൺസും അറിയാൻ പറ്റും. ഇന്ന രാഗത്തിന് ഇന്നത് പാടില്ല, ഇന്നത് പറ്റും, ഇന്ന സ്കോപ്പുണ്ട്. പിന്നെ ഇത് എങ്ങനെ പാടിയാൽ ഈ ഒറിജിനൽ പാടി വെച്ചേക്കുന്നതിനേക്കാളും നന്നായിട്ട് ഈ കേൾക്കുന്ന ഒരു ശ്രോതാവിൻ്റെ കാതിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് മോക്ക് അത് പഠിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ മോളെ. അത് രാവിലെ എണ്ണിച്ചിട്ട് ശ്രീരാഗം പാടിക്കുക കൊച്ചേ എന്ന് പറഞ്ഞാൽ മോള് വേണം മറ്റേത് പാടും, ശ്രീരാഗമോ, അതാകുമ്പോൾ പാടാം. ഇതങ്ങനല്ല. ഈ ശ്രീരാഗം ഇരുന്ന് കുത്തിയിരുന്ന് അതിൻ്റെ ഭാവം എവിടാണ് അതിൻ്റെ ജീവസ്വരം കിടക്കുന്നത്, എങ്ങനെ പാടിയാലാണ് അതിനൊരു സുഖം കിട്ടുക, എങ്ങനെ പാടിയാലാണ് അത് ശ്രീരാഗമായിട്ട് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ മോള് പഠിക്കണം. അപ്പം അത് പഠിച്ചാലല്ലേ പറ്റത്തുള്ളൂ മക്കളെ കേട്ടോ. അത് കുഴപ്പമില്ലടാ. പക്ഷെ പഠിക്കുമോ അതോ ഉഴപ്പുമോ? പഠിക്കണം മോളെ, സംഗീതം പഠിക്കണം. നല്ല ശബ്ദമാണ് നിനക്ക്. ഡെഫിനറ്റായിട്ട് അടുത്ത നാളത്തെ പാട്ടുകാരിയാണ് നീ, ഉറപ്പായിട്ട്. ഉറപ്പായിട്ട് മോളെ, അതിലൊരു സംശയവുമില്ല. അപ്പം മക്കള് ഇപ്പൊ സംഗീതം പഠിച്ചോണം കേട്ടോ. ഇതിൽ ചിലതൊക്കെ അതിൻ്റെ ഒരു അങ്ങോട്ട് എത്താത്തത് അതുകൊണ്ടാണ്. അത് നമ്മൾ ഞാനൊരു തെറ്റായിട്ട് പറയാത്തതല്ല മോളെ കേട്ടോ. മോള് നന്നായിട്ട് തന്നെ പാടി കേട്ടോ. സംഗീതം പഠിച്ചോണം, അത്രേ ഉള്ളൂ കേട്ടോ. ശരത് സാർ ഈ സെയിം ഇത് മധുരം എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടർഫുൾ. ഞാൻ ചെയ്തിട്ടുണ്ട് പാറു. ഈ ഇതേ വരികള് ഇതിന്റെ ചരണമൊക്കെ ഗിരീഷ് പുത്തഞ്ചേരി അണ്ണാച്ചി എഴുതി. അത് അതിമനോഹരമായിട്ട് ഇതുമായിട്ട് കാര്യം ഇരയിമൻ തമ്പി എഴുതി വെച്ചേക്കുന്ന ഒരു പല്ലവിക്ക് ഒന്ന് അടുത്ത് നിന്ന് പിടിക്കാനൊരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അദ്ദേഹം മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് മധു ബാലകൃഷ്ണൻ പാടിയത്. താങ്ക് യു പാറു, ഇതൊക്കെ നീ അത് ചോദിച്ചല്ലോ, സന്തോഷം. ഓക്കെ, താങ്ക് യു ശരത് സാർ. ഞാനത് 2 വരി പാടിത്തരാം, ഇത് അവരുടെ എല്ലാം കഴിഞ്ഞിട്ട്. ഓക്കെ, ഡൺ. ഹരിച്ചേട്ടാ,
അമ്മയാ, എന്തോ സാർ? ഈ പറഞ്ഞ തന്നെ മോളെ എനിക്കും പറയാനുള്ളത്. മോൾ ആ സോങ് ആയിട്ട് അങ്ങ് പഠിക്കുകയായിരുന്നു, മനസ്സിലായില്ലേ? ഇതിപ്പോ ഒരു കൃതിയല്ലേ, ഇരയിമൻ തമ്പി രചിച്ച ഒരു കൃതിയാണ്. അപ്പം അതിലുപരി ഇത് ശ്രീരാഗം, അത് മനസ്സിലാക്കിയാലേ നമുക്കത് എന്താണ് അതിന്റെ റൂട്ട് എന്നൊക്കെ മനസ്സിലാവും. അപ്പൊ മോളിപ്പോ ജസ്റ്റ് ആനന്ദഭൈരവി ഫിലിമിൽ ആ ഒരു വേർഷൻ പഠിച്ചു, അത് മോൾ അങ്ങനെ പ്രസന്റ് ചെയ്തു കേട്ടോ. ഇറ്റ് വാസ് ഗുഡ്, കുഴപ്പമില്ലായിരുന്നു. താങ്ക് യു സാർ. പക്ഷേ ഈ പറഞ്ഞ പോലെ ശ്രീരാഗത്തിൽ ഇല്ലാത്ത കുറേ പ്രയോഗങ്ങൾ മോള് ഇതിൽ പാടിയിട്ടുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. ഫോർ എക്സാമ്പിൾ ഒറ്റ എണ്ണം പറഞ്ഞു കഴിഞ്ഞപ്പം ശരണ എന്ന് പാടാം. ശരണഗതന്മാർക്കിഷ്ട അങ്ങനെ സംഗതി ഇല്ല മോളെ. ഗരി സരീസ എന്ന് പാടാം. ശരണഗതന്മാർക്കിഷ്ട അങ്ങനെ പാടിയാലും കുഴപ്പമില്ല, അത് ആ രാഗത്തിന്റെ അകത്ത് നിൽക്കും. ഇത് അത് വേറൊരു സംഗതി, അങ്ങനെ ഒരു പ്രയോഗമേ ശ്രീരാഗത്തിലില്ല. അങ്ങനെ ഒരുപാട് പോർഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അതൊന്നും പാടിക്കുന്നില്ല, കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ആ ശ്രീരാഗം എന്താന്ന് മനസ്സിലാക്കണം, അതിന്റെ റൂട്ട്. ഇതൊന്നും ഭയങ്കര സംഭവമല്ല മോളെ, പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കും കേട്ടോ. അപ്പോൾ അതാണ് മെയിൻലി പറയാനുള്ളത്. ഇതിന്റെ വേറൊരു വേർഷൻ കേട്ടിട്ടുണ്ടോ ശ്രീരാഗം അല്ലാതെ? കരുണ ചെയ്വാനന്ദു, കരുണ ചെയ്വാനന്ദു യദുകുല കാമ്പോജിയിലുണ്ട്. ജസ്റ്റ് ഒരു 2 വരി പാടിത്തരാം. നീ പാടിക്കഴിഞ്ഞ പിന്നെ മഞ്ജരി പാടിക്കഴിഞ്ഞ ഞാനത് കൂടെ. കരുണ ചെയ്വാൻ എന്തു താമസം കൃഷ്ണ, കരുണ ചെയ്വാൻ എന്തു താമസം കൃഷ്ണ, ഇങ്ങനെ പോവും. അപ്പൊ അത് എനിക്ക് പേഴ്സണലി ആ വേർഷൻ ഒരു പൊട്ടിക്ക് മേളിൽ ഇഷ്ടമാണ്. പക്ഷെ എല്ലാവർക്കും ശ്രീരാഗമാണ് ഇഷ്ടം. ആൻഡ് പോപ്പുലറൈസ് ആയ വേർഷനും ഇതാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, പഠിക്കുക കേട്ടോ. പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കിട്ടും. ഓൾ ദ ബെസ്റ്റ് അമ്മയ. ഫിനാലെ എന്താ പറയാ, ഫിനാലയിലേക്ക് വരട്ടെ. മഞ്ജരി ചേച്ചി. അമ്മയാ, എന്തോ തങ്കക്കൊടമേ, എനിക്ക് ഈ കുട്ടീനെ കാണുമ്പോൾ ശോഭന ചേച്ചീനെ ഓർമ്മ വരും. പഴയ ശോഭന മാം, ഇങ്ങനെ പഴയ ആക്ട്രസ് ഇല്ലേ? ചിങ്കാരക്കിന്നേരം പഴയപ്പോൾ ചേച്ചി പറഞ്ഞു അല്ലേ? എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോ ഈ കുട്ടി പഴയ ശോഭന മാമിനെ മാതിരി ഇരിക്കുന്നു. സുന്ദരിയായിട്ട് ഒരുങ്ങി, എന്താ ഭംഗി കാണാം. ഇതും പുതിയ ഉടുപ്പാണോ? ഇതിന് വേണ്ടിട്ട് എന്താ നിങ്ങൾ ചെയ്യുന്ന? ഓരോ പാട്ടിന് വേണ്ടിട്ട് ക്ലാസിക്കൽ അറിയില്ല കുട്ടിക്ക്. എന്തായാലും കുട്ടി അത് നല്ലോണം പഠിച്ചെടുത്ത് വന്നു, കഴിവിന്റെ പരമാവധി. അല്ലടാ, ഇനി നമ്മൾ പഠിക്കുമ്പോ നമ്മൾ ആരാവും? മാസ്റ്റർ ആവണം ഇതിന്റെ. ഓക്കെ, ശ്രീരാഗം നമ്മൾ പഠിച്ച് മാസ്റ്റർ ആവണം ഇതില്, അല്ലേ? ഇപ്പോഴും അറിയില്ല, പഠിച്ചിട്ടില്ല. പക്ഷെ എന്നാലും അത് മനോഹരമായിട്ട് ആ കേട്ടിട്ടുള്ള ജ്ഞാനം എന്താണോ അത് വന്നിട്ട് ഇവിടെ പാടി, അല്ലേ? സുന്ദരിയായിട്ട് ഒരുങ്ങി വന്ന് ഐശ്വര്യമായിട്ട് പാടി. എനിക്ക് ഇഷ്ടപ്പെട്ടു മോളുടെ ആ ഒരു പാടണം എന്നുള്ള ഒരു ആഗ്രഹം. എന്നെ കൊണ്ടും പറ്റും, എനിക്ക് ക്ലാസിക്കൽ പാടാൻ പറ്റും എന്നുള്ള ഉള്ളിലുള്ള ഒരു വിശ്വാസം, അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ വേർഷൻ ഹരി പറഞ്ഞ പോലെ എനിക്ക് ശ്രീരാഗത്തിനോടാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം. അയ്യോ ഉണ്ട്, ഒരു വേർഷൻ ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് ബിട്ടു ആണ് അതിൽ ബേസ് വായിച്ചത്. അതെ, കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ട് അതില്, നന്നായി വായിക്കും എല്ലാരും. അപ്പൊ അതില് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഹരി തുടങ്ങുന്ന സമയം അല്ലേ? അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വേർഷൻ ആയിരുന്നു. വീഡിയോ കേൾക്കുന്നവരെല്ലാരും പോയി അത് കാണുക. യൂട്യൂബിൽ ഒരു ഫ്യൂഷൻ ചെയ്തതാ, ഒരു ഫ്യൂഷൻ പോലെ ചെയ്തതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. അപ്പൊ മോള് താങ്ക് യു. ഞാനിത് എപ്പൊ കേൾക്കുമ്പോഴും എനിക്ക് ഗുരുവായൂർ എത്തും. എനിക്ക് എൻ്റെ ഗുരുവായൂരപ്പൻ്റെ നടയിൽ എത്തി മുന്നിൽ ഭഗവാനോട് സംസാരിക്കുന്നത് പോലെയുള്ളൊരു ഫീലിംഗ് ആണ് ഈ പാട്ട് കേൾക്കുമ്പോൾ. അപ്പം ഇതാ ഹരി പാടിയപ്പോഴും നമുക്ക് ആ വരികൾ എന്ത് മനോഹരാണ്. അത് ഏതൊരു ഗുരുവായൂരപ്പന്റെ ഭക്തനായ അല്ലെങ്കിൽ ഭക്ത നമുക്ക് ആ വികാരം ഉള്ളിൽ വരും. എന്തായാലും മോള്, എന്റെ പ്രാർത്ഥന മോള് നന്നാവട്ടെ, ഇനി മുന്നോട്ട് മോക്ക് കിട്ടട്ടെ. ഫിനാലേക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ ശരത് സർ, എല്ലാരും പറഞ്ഞു. അനൂഫേ, നീ തലേന്ന് കഴിയട്ടാ, ഒന്ന് ഞെക്കി പിടിച്ചതാടെ. കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ, കഴലിന കൈ തൊഴുന്നേ.
കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ കഴലിന കൈ തൊഴുന്നേ. താങ്ക് യു. മോളെ ഇതിപ്പോ വേറൊരു സ്കെയിലാണ് ശരത്തേട്ടൻ ചെയ്തിരിക്കുന്നത്. അത് ഏതാണെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ഷെയ്ഡ് തോന്നി. എനിക്കൊന്ന് സാരമതിയിൽ ഒരു പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ശ്രീരാഗമായിരുന്നു നമ്മൾ ഇപ്പൊ മോള് പാടിയ വേർഷൻ. ശരത്തേട്ടൻ ചെയ്ത വേറെ എൻറ്റയർലി വേറൊരു രാഗത്തിലാണിത് ഇതിപ്പോ ചെയ്തൊരു വേർഷൻ കേട്ട്. മറ്റേ നമ്മള് വേറെ യദുകുല കാമ്പോജി. ഈ ശ്രീയും ഇത് ശ്രീ കേൾക്കുമ്പോ ശ്രീരാഗത്തില് കേൾക്കുമ്പോ അത് ഇഷ്ടമാ, ശ്രീ ഇത് കേൾക്കുമ്പോ അതാ ഇഷ്ടം. പറയാൻ പറ്റത്തില്ല, എനിക്ക് അത് രണ്ടും ഒരുപോലെ. ചേച്ചിയുടെയും കൂടെ ഒന്ന് കേട്ടാലോ? എന്റെ സെയിം ആടാ, എന്റെ മോള് പാടി സെയിം ശ്രീരാഗം സെയിം ആണ്. ഞാനത് ഫ്യൂഷൻ ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷെ നമ്മള് വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ച് ഒരു ഫ്യൂഷൻ പോലെ അത് ഇന്നത്തെ ഒരു സ്റ്റൈൽ ഓഫ് മ്യൂസിക്കിലേക്ക് കൊണ്ടുവന്നു. അത്രേ വ്യത്യാസമുള്ളൂ. എനിക്ക് കൂടുതലും ഞാൻ ഇതും കേട്ടിട്ടുണ്ട്, യദുകുല കാമ്പോജിയും കേട്ടിട്ടുണ്ട്. എന്റെ മനസ്സിനോട് കൂടുതൽ എനിക്ക് ഇഷ്ടം ശ്രീരാഗത്തോടാണ്. എന്തോ എനിക്ക് അതിലൊരു കരുണ അങ്ങോട്ട് തരണേ ദൈവമേ എന്നുള്ളൊരു ഫീലിംഗ് ആ രാഗത്തിൽ തോന്നും. ഒരു ഭക്തിരസം കൂടുതൽ അതിന്. അവർ രണ്ടുപേരും പാടിയല്ലോ, ചേച്ചിയും കൂടെ ഒന്ന് വേണമെങ്കിൽ തന്നെയോ സെയിം. എന്തായാലും ഹരിച്ചേനും ശരത് സാറും പാടി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്ലാസിക്കൽ ഒരു പീസ് എടുത്തിട്ട് ഒരു വെസ്റ്റേൺ സംഭവം ഒന്ന് ട്രൈ ചെയ്യുന്നത്. കാരണം പൊതുവേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, അത് അതിൻ്റെതായ രീതിയിലാണ് പാടാറ്. പക്ഷെ ഇത് ഒന്ന് ട്രൈ ചെയ്തു. കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ 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 കഴലീണ കൈ തൊഴുന്നേ. ഓ സൂപ്പർ. അപ്പൊ താങ്ക് യു. 3 വേർഷൻ കേട്ടു. ഇനി ഞങ്ങളുടെ കുട്ടിയുടെ വേർഷന്റെ മാർക്ക് തരൂ ശരത് സാർ. മക്കളെ കുഞ്ഞാടെ എന്താ സാർ? മക്കളെ 8.6. താങ്ക് യു സാർ. ചേച്ചി മോള് 8.6. താങ്ക് യു മാം. ഓക്കെ, സോ ടോട്ടൽ 17.2. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്.